ഡെയിലി ലൈഫിലെ സ്ട്രെസ്സും ബോഡി പെയിനും കാരണം മടുത്തോ? ദാ ഇതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ. വെൽക്കം ടു വൈഗ ആയുർവേദിക് വെൽനസ് റിട്രീറ്റ്. ആയുർവേദത്തിന്റെ തനിമയും അഡ്വാൻസ്ഡ് കൈറോപ്രാക്ടിക് ട്രീറ്റ്മെന്റിലൂടെ നിങ്ങളുടെ കഴുത്തുവേദന, വിട്ടുമാറാത്ത നടുവേദന, സയാറ്റിക്ക, സ്ലിപ്പ് ഡിസ്ക്, ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ പോസ്ചർ ഇഷ്യൂസ് സ്മാർട്ടായി മാറ്റാം. ഡോക്ടർ സുസ്മിത സജീവിന്റെ മേൽനോട്ടത്തിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്. ഇനി നോ പെയിൻ, ഓൺലി ഗെയിൻ. ശരീരവും മനസ്സും ഒന്ന് കൂളാക്കാൻ ഞങ്ങളുടെ സിഗ്നേച്ചർ പഞ്ചകർമ്മ തെറാപ്പികളും കൂടാതെ ന്യൂ മമ്മിമാർക്കായി പോസ്റ്റ്നേറ്റൽ കെയർ, വിവാഹത്തിനൊരുങ്ങുന്നവർക്കായി ബ്രൈഡൽ വെൽനസ് പാക്കേജുകളും റെഡിയാണ്. PCOS, വണ്ണ നിയന്ത്രണം, സ്കിൻ ആൻഡ് ഹെയർ കെയർ എന്നിവയ്ക്ക് കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമുകൾ ഇവിടെ ലഭ്യമാണ്. ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ യാത്ര വൈഗയോടൊപ്പം ഇന്ന് തന്നെ ആരംഭിക്കൂ. ബുക്ക് യുവർ സ്ലോട്ട് നൗ. വൈഗ ആയുർവേദിക് വെൽനസ് റിട്രീറ്റ്, പ്യാരി ജംഗ്ഷൻ, തോപ്പുംപടി, കൊച്ചി. ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊച്ചി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മെഴുകുതിരി തെളിയിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ദില്ലിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊച്ചി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ചു. തോപ്പുംപടി BOT ജംഗ്ഷനിൽ നടന്ന കൂട്ടായ്മയിൽ വിവിധ മേഖലയിൽ നിന്നുള്ള നിരവധി പേരാണ് പങ്കെടുത്തത്. KB ജബ്ബാർ അധ്യക്ഷത വഹിച്ചു. മുൻ കൗൺസിലർമാരായ അഭിലാഷ് തോപ്പിൽ, M ഹബീബുള്ള, പൊതുപ്രവർത്തകരായ KB സലാം, KH ഹനീഷ്, ജെയ്സൺ കൂപ്പർ, അഡ്വക്കേറ്റ് KA സലീം, ഹാരിസ് അബു, ഷെരീഫ് കൊച്ചി, സീന സാജൻ, സ്മിത ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. എന്നിട്ട് പിന്നെ ഈ ന്യൂസ് രാജ്യമെമ്പാടും പടർന്ന് സ്പ്രെഡായി കഴിഞ്ഞപ്പോൾ പിന്നെ ഗവൺമെൻറ് ചെയ്യുന്നത് ഈ നീറ്റ് പരീക്ഷ റദ്ദാക്കലാണ്. രണ്ടാമത് നീറ്റ് പരീക്ഷ വീണ്ടും ഈ രാജ്യത്ത് നടക്കുമ്പോൾ 2 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഈ നീറ്റ് പരീക്ഷ എഴുതാൻ വേണ്ടി തിരിച്ചെത്തിയിട്ടില്ല. ആ 2 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ അവരുടെ സ്വപ്നങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ സിസ്റ്റത്തിന് മുമ്പിൽ അടിയറവ് വെച്ചിട്ട് പോയേക്കുന്നത്. അതിൽ കൊച്ചിൻ്റെ വേഗത്തിലാണ് നടന്നിരുന്നെങ്കിൽ ഇന്നത് ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ ഓരോ മനുഷ്യരുടെ ജീവിതത്തിലേക്കും പാഞ്ഞെത്തുകയാണ്. ശബ്ദിക്കുന്നവൻ്റെ, പ്രതികരിക്കുന്നവൻ്റെ നിശബ്ദരാക്കുന്ന ഒരു ഫാസിസ്റ്റ് നടപടിയാണ് ഇത്തരം നടപടിയിലൂടെ ഈ ഗവൺമെൻറ് പുലർത്തിപ്പോകുന്നത്. ഈ രാജ്യത്തെ സമരങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ഇതൊരു വിദ്യാർത്ഥി സമരം മാത്രമല്ല, വിദ്യാർത്ഥികളാണ് ഈ സമരത്തിന് തുടക്കം കുറിച്ചത്. ഇത് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഈ സമരം ആരംഭിച്ചത്. പക്ഷേ ഇന്ന് ഈ രാജ്യത്തെ ആ ബാലവൃത്തം ജനങ്ങളും ജാതി മതഭേദമന്യേ ഈ സമരത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു. ആരൊരാളൻ കുതിരയെക്കെട്ടുവാൻ, ആരൊരാളതൻ മാർഗം തടുക്കുവാൻ, ദിഗ്വിജയത്തിൽ മോദി സർക്കാരിൻ്റെ പോലീസും മോദി സർക്കാരിൻ്റെ എല്ലാ പിണിയാടുകളും ചേർന്ന് അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ച് ഏകദേശം 200ഓളം വരുന്ന വിദ്യാർത്ഥികളെയും യുവാക്കളെയും യുവതികളെയും അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഭക്ഷണവും എല്ലാം ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ അതിന് സമീപ പ്രദേശത്തുള്ള എല്ലാ കടകളും 6 മണിക്ക് അടയ്ക്കണം എന്നുള്ള ഉത്തരവാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അവർക്ക് വെള്ളം പോലും നിഷേധിക്കുന്ന തരത്തിലേക്ക് ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ വരും തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും നമ്മുടെ യുവാക്കൾക്കും നമ്മുടെ നാട്ടിൽ സ്വസ്ഥമായും സമാധാനത്തെയും ജീവിക്കുവാനും അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും വേണ്ടി നടത്തുന്ന ഈ പോരാട്ടം ഇന്ത്യൻ ഭരണാധികാരികൾ കണ്ടില്ലെന്ന് നടിച്ചാൽ അവരോട് ഞങ്ങൾക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ലോകത്ത് രാജ്യത്തിന് നീതിക്ക് വേണ്ടി അവിടെ പോരാടുമ്പോൾ നമുക്ക് ഡൽഹിയിലേക്ക് ഒരുപക്ഷെ എത്താൻ കഴിയില്ലായിരുന്നു, ഡൽഹിയിലേക്ക് പോകാനുള്ള സാഹചര്യമില്ലായിരുന്നു. പക്ഷെ അവർക്ക് വേണ്ടി ഡൽഹിയിൽ നിന്ന് നമ്മൾ മുദ്രാവാക്യം പിടിക്കണം, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. കാരണം എൻ്റെയും നിങ്ങളുടെയും എല്ലാം കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒന്നാണ്. കുട്ടികളുടെ മാത്രമാണോ, നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും ഭാവിയെ ബാധിക്കുന്ന കാര്യമില്ലേ? ഈ ചോദ്യപേപ്പർ, ചോർന്ന ചോദ്യപേപ്പറുമായി എക്സാം എഴുതി വരുന്ന ഓരോരുത്തരും ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആയിരിക്കുമ്പോൾ അവരുടെയൊക്കെ ചികിത്സിക്കാൻ പോകുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? വളരെ മോശം സാഹചര്യത്തിൽ രാജ്യത്തെത്തിക്കില്ലേ? ഇത് മനസ്സിലാക്കുവാനുള്ള പ്രായോഗിക ബുദ്ധി പോലുമില്ലാത്ത ആളുകളാണ് രാജ്യം ഭരിക്കുന്നതെന്ന് കാണുന്നിലെ. ജന്തർ മന്ദറിൽ ഇന്ത്യയിലെ യുവജനങ്ങൾ സമരത്തിലാണ്. എന്താണ് വിഷയം? ഞങ്ങൾ കടം വാങ്ങിച്ചും കഷ്ടപ്പെട്ട് പണിയും എടുത്ത് മുതൽ മുടക്കിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം
അതിൻ്റെ വിശ്വാസ്യത പാടെ തകർന്ന അവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നീറ്റ് പരീക്ഷയിൽ കഴിഞ്ഞ പരീക്ഷയിൽ 25 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. നമുക്കറിയാം ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ ഇന്ത്യയിലെ പണം കൊടുക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ആ ചോദ്യപേപ്പർ കൊടുക്കുന്ന രീതിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ന്യൂസ് ബ്യൂറോ തോപ്പുംപടി.